നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് നടക്കും മുമ്പ് മധ്യപ്രദേശ് BJPക്ക് കിട്ടുമോ ഇല്ലയെന്ന് വരെ പ്രതീക്ഷ ഇല്ലായിരുന്നു. കാരണം അത് ഒരു വലിയ സംസ്ഥാനമാണ്. 29 ലോക്സഭാ സീറ്റും 230 നിയമസഭാ സീറ്റുകളുമുള്ള മധ്യപ്രദേശിൽ കമൽനാഥിന് വലിയ പ്രതീക്ഷയായിരുന്നു. രാജസ്ഥാനേക്കാളും മധ്യപ്രദേശ് ആയിരിക്കും തിരികെ കിട്ടുക എന്നുള്ള പ്രതീക്ഷയിലിരുന്ന ഒരു സംസ്ഥാനത്താണ് BJP വലിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസിനേക്കാൾ 100-ലേറെ സീറ്റ് നേടിയാണ് അവർ ജയിച്ചത്. മധ്യപ്രദേശിൽ പക്ഷേ അവിടെ പിന്നീട് പ്രതിസന്ധികൾ ഒക്കെ BJPക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. ശിവരാജ് സിംഗ് ചൗഹാനെ മുഖ്യമന്ത്രിയാക്കില്ല എന്ന് കേട്ടപ്പോൾ ചൗഹാന്റെ അനുകൂലികൾ വലിയ രീതിയിൽ അവിടെ പ്രതിഷേധം സംഘടിപ്പിച്ചു. അത് BJPക്ക് തലവേദനയാകും എന്ന രീതിയിലേക്ക് തന്നെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ന്യൂസ് പ്രൈമും ആ കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളോട് പങ്കുവച്ചതാണ്. പക്ഷേ അതിനുശേഷം മോഹൻ യാദവ് എന്ന OBC നേതാവിനെ അവിടെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയി. ആദ്യം ഛത്തീസ്ഗഡിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു കാര്യം വന്നത്. അതായത് വിഷ്ണു ദേവ് സായ് എന്ന് പറയുന്ന നേതാവിനെ മുഖ്യമന്ത്രിയാക്കി. അതുപോലെ ഛത്തീസ്ഗഡിൽ വന്നതിന് ശേഷം പിന്നീട് മധ്യപ്രദേശിലും അതുപോലെ രാജസ്ഥാനിലും കാര്യങ്ങൾ മാറി. ഈ 3 സംസ്ഥാനങ്ങളിലും പണ്ടത്തെ BJP മുഖ്യമന്ത്രിമാരല്ല പിന്നീടായത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. പക്ഷേ മധ്യപ്രദേശിൽ ഇപ്പോൾ ഇവിടെ മോഹൻ യാദവ് എന്ന് പറയുന്ന നിലവിലെ നിയുക്ത മുഖ്യമന്ത്രി, അദ്ദേഹം മുഖ്യമന്ത്രിയായതിനു ശേഷം അവിടെ ഗോശാലകൾ അല്ലെങ്കിൽ പശു ഇറച്ചിയും അതുപോലെ മുട്ട വിൽപ്പനയൊക്കെ പരസ്യമായി ഒരിക്കലും സമ്മതിക്കില്ല, അതൊക്കെ നിരോധിച്ചിരിക്കുന്നു എന്ന രീതിയിലേക്ക് ഒരു വിചിത്രമായ നയം കൊണ്ടുവന്നിരിക്കുകയാണ്. പശു ഇറച്ചി മാത്രമല്ല, എല്ലാ രീതിയിലും എല്ലാ സവിശേഷതകളും അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഭരണം നടത്തിയിരുന്ന ശിവരാജ് സിംഗ് ചൗഹാനേക്കാളും വലിയ രീതിയിലേക്ക് വളരെ ഒരു തീവ്രമായ ഒരു ഹൈന്ദവ അജണ്ടയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ശ്രമമാണോ, ഇതൊരു കമ്മ്യൂണൽ പോളറൈസേഷൻ വേണ്ടിയാണോ എന്നൊക്കെ നമുക്ക് ചിന്തിച്ചു പോകുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ കിട്ടിയത് കളഞ്ഞു കുളിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണോ BJP സർക്കാർ ശ്രമിക്കുന്നത്? മധ്യപ്രദേശ് അവർക്ക് കൈവെള്ളയിലേക്ക് വളരെ അത്ഭുതം, അവർക്ക് പോലും അറിയില്ലായിരുന്നു. നരേന്ദ്രമോദിക്കോ അമിത്ഷായ്ക്കോ ഒന്നും പ്രവചിക്കാൻ കഴിയാത്ത രീതിയിൽ അവർ പോലും ഇത്രയൊന്നും സീറ്റ് പ്രതീക്ഷിച്ചിരുന്നില്ല. 166 അവർ പരമാവധി പ്രതീക്ഷിച്ച് 120-130 സീറ്റിനിടയിലേക്ക് കിട്ടുമായിരിക്കാം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഒരു കംഫോർട്ടബിൾ മാർജിനാണ് മധ്യപ്രദേശിൽ കിട്ടിയത്. കോൺഗ്രസ്സിലാകട്ടെ ഇവരെക്കാളും 100 സീറ്റ് പിന്നിലാണ്. ആ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചു. ഈ സാഹചര്യത്തിൽ പോലും മോഹൻ യാദവ് കൊടുക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് തീവ്രമായ ഒരു പോളറൈസേഷൻ അജണ്ട. പോളറൈസേഷൻ എന്നത് ധ്രുവീകരണ മന്ത്രമാണ്. അത് നമുക്കറിയാം. UPയിലൊക്കെ 2014 കൃത്യമായി തന്നെ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി വർക്കൗട്ട് ചെയ്തൊരു പ്ലാനാണ്. ആ പ്ലാൻ കൃത്യമായി ഇവിടെയും വർക്കൗട്ട് ചെയ്യിക്കുക എന്നുള്ള നിലപാടിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമാണോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്നുണ്ട്. അത് തീർച്ചയായും കോൺഗ്രസ്സിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അനുകൂല സാഹചര്യം സൃഷ്ടിക്കുമെന്നാണ് ഇപ്പോഴത്തെ സർവേ ഫലങ്ങൾ പറയുന്നത്. ഒരുപക്ഷെ അത്തരത്തിൽ ആത്മവിശ്വാസം അമിതമായത് കാരണം തന്നെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത്. ഒപ്പം മൃദു ഹിന്ദുത്വ സമീപനം, കോൺഗ്രസ്സിന് വ്യക്തമായൊരു അജണ്ട ഇല്ലായ്മ, അതവർക്കൊരു പോരായ്മയായി തന്നെയാണ് ഇപ്പോഴും എന്നും കരുതപ്പെടുന്നത്. ആ അജണ്ടയാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു അജണ്ട ഇല്ലായ്മയെ മാറ്റിമറിക്കുക എന്നുള്ള ശ്രമത്തിന് കൂടി യാഥാർത്ഥ്യത്തോടു കൂടി അവർ ചലിക്കണം. യാഥാർത്ഥ്യത്തിലേക്ക് വരണം. നിങ്ങളുടെ കുറവുകൾ കുറ്റങ്ങളും എന്തൊക്കെയാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങി എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിനടുത്താണ് അവിടെ വിജയം എന്നുള്ളത് പ്രിയങ്ക ഗാന്ധിക്കും അതുപോലെ തന്നെ ജയറാം രമേശ് ആയിരുന്നാലും കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആയിരുന്നാലും നിരവധി നേതാക്കൾക്ക് മനസ്സിലാകണം എന്നുള്ള കാര്യത്തിന് പ്രാധാന്യം കൊടുക്കണം.